ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാ, ഞാൻ 1 kg ആണ് ചെയ്യുന്നത്. പക്ഷെ 1 kg, 1/2 kg എങ്ങനെ മൈദ മെഷർമെൻറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് 1 കപ്പ് മൈദ കേട്ടോ. 1 കപ്പ് മൈദ വടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, വടിച്ച് ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് മൈദ. ഇത് അതേപോലെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, പൊടിച്ച പഞ്ചസാരയാണ്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ 1 kgക്കാണ്. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂണ്, പിന്നെ 3 മുട്ട. ചെറിയതാണെന്നുണ്ടെങ്കിൽ 4 മുട്ട യൂസ് ചെയ്യുക 1 kgക്ക്, വലുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതി കേട്ടോ. പിന്നെ പാല് ഒരു 2.5 ടേബിൾ സ്പൂണ്. അതേപോലെ തന്നെ ഓയിൽ, ഞാൻ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. മറ്റേതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ഓയിൽ ആഡാക്കുമ്പോൾ അത് താന്നു പോകും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇത് വന്നിട്ടുള്ളത് ഒരു 2.5 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും വർക്കും കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഞാനിങ്ങനെ കണ്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് ബോട്ടിലിട്ട് വെച്ചിട്ടുള്ളതാട്ടോ. ഇതാണ് നമ്മൾ ചേർക്കുന്നത്. ഇത്രയും സംഭവമാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കേട്ടോ. 1/2 kg മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഞാൻ പറയണത്, അല്ലാണ്ട് സ്പഞ്ച് റെഡിയാക്കുന്നവരോടല്ല. ബിഗിനേഴ്സ് ആയിട്ടുള്ളവരോടാണ് ഞാൻ പറയണത്. നിങ്ങളിതാ 1/2 kgൻ്റെ കപ്പാണിത്. 1/2 കപ്പ് പറഞ്ഞിട്ടുള്ളതാണ് 1/2 kg. അപ്പോൾ അതേപോലെ 1 കപ്പ് പറയുന്നത് 250 ml 240 ml ഒക്കെ ചിലവരെ കപ്പിലുണ്ടാവും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 250 ml ഒരു കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് 1 kgക്ക്. ഇത് 1/2 കപ്പാട്ടോ. എന്താ 1/2 കപ്പ് 125 ml ആണ്. അപ്പോൾ ബിഗിനേഴ്സ് മൈദ എടുക്കുമ്പോൾ ഇതേപോലെ വടിച്ചെടുക്കാണ്ട് കുറച്ച് മേലേക്ക് ഒന്ന് കുമിച്ചെടുക്കുക കേട്ടോ. ഒരേ ലെവലിൽ എടുത്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഹൈറ്റ് കിട്ടൂല. അതിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊന്നൊരു ഓക്കെ ആകുന്നത് വരെ ഈ മെത്തേഡ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വടിച്ചെടുക്കണ്ട. ഒന്ന് കണ്ടില്ല നിങ്ങൾ, കുറച്ചൊന്ന് കുമിച്ച് മൈദ എടുത്താൽ മതി. പിന്നെ വന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ലെവൽ ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പഞ്ചസാര ഒക്കെ ലെവൽ ചെയ്തെടുക്കുക. മൈദ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ.